എസ് വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചൂരൽമലയിൽ നിന്ന്. വിജയകുമാർ, ഇതിപ്പോൾ ഈ തിരച്ചിൽ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക എന്നത് സാധ്യമല്ലല്ലോ. അപ്പോൾ തിരച്ചിൽ കുറെ കൂടി ഒരു 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 ആസൂത്രണത്തോടു കൂടി വേണം എന്നതിലേക്ക് രക്ഷാപ്രവർത്തകരുടെ അഭിപ്രായം മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ തിരച്ചിൽ അങ്ങനെ ആ നിലയിലേക്ക് മാറണമെങ്കിൽ ഈ കാണാതായവരെ കുറിച്ചുള്ള എണ്ണത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണം. ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിലിന് പ്രതിബന്ധങ്ങൾ നേരിടുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ പുഞ്ചിരിമട്ടത്ത് തിരച്ചിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ മണ്ണിടിച്ചിൽ പ്രദേശമായതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ തിരച്ചിൽ തുടരാൻ കഴിയാത്തതാണ്. മറ്റെന്തെല്ലാം വിവരങ്ങളാണ് ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുക? ഗോപി, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ചൂരൽമലയിലെ അവിടെ ആ പുഴയില് ഈ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണിളക്കി പരിശോധന നടത്തുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്. ഒന്ന്, അതിൽ ഈ ഒഴുകി വന്ന ആരെങ്കിലും ഈ വലിയ കല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതാണ് അതിലൊരു പരിശോധന. കാരണം ഈ ഭാഗത്തു കൂടിയൊക്കെ ധാരാളം ആളുകൾ ഒഴുകി എത്തിയിരുന്നു. അതിനുശേഷം അവരെ പിന്നീട് വളരെ ദൂര സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ മരങ്ങൾക്കിടയിലൊക്കെ കുടുങ്ങിയാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ആ വിവരം പറഞ്ഞത്. ഒരു 32 വയസ്സുള്ള യുവതിയും അവരുടെ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും അവരെ ഒഴുക്കിൽപ്പെട്ടിട്ട് അവരൊരു മരത്തിൽ പിടിച്ച് ഏതാണ്ട് 1 മണിക്കൂറോളം കിടന്ന ശേഷമാണ് അവരെ രക്ഷാപ്രവർത്തകർക്ക് രാത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ആ വീട്ടിൽ മറ്റുള്ളവരൊക്കെ അവരെ കാണുന്നുമില്ല. ഇപ്പോഴും അവരെ പറ്റി വിവരങ്ങളില്ല. ഈ രണ്ടുപേരും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ ഈ പുഴയുടെ ഒഴുക്കിൽ പലയിടത്തും ആളുകൾ പെടുകയും അവർ മണ്ണിനടിയിലാവുകയും ചെയ്തിട്ടുണ്ടോ എന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് ഈ പുഴയിലും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. പുഴയിൽ വലിയ പാറ വന്ന് കൂടിയിട്ടുണ്ട്, വലിയ കല്ലുകൾ വന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇളക്കിയുള്ള പരിശോധനയും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒപ്പം ഈ പറയുന്ന എല്ലാ മേഖലകളിലും എന്ന് വെച്ചാൽ നമ്മൾ ഈ ദൗത്യം രക്ഷാപ്രവർത്തനം നടത്തേണ്ട എല്ലാ മേഖലകളിലും രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ട ക്രമീകരണങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അത് കുറെ കൂടി എത്തിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൽ അലംഭാവമോ വീഴ്ചയോ അതിൽ കുറവുകളോ ഒന്നുമില്ല. അതൊക്കെ നടക്കുന്നുണ്ട്. ഈ പുഞ്ചിരിമട്ടത്തെ പ്രശ്നം അവിടെ വലിയ തോതിൽ മണ്ണിടിച്ചിൽ തുടർന്ന് മണ്ണിടിയാനുള്ള സാധ്യതയുള്ള ഒരു മേഖലയാണ്. അങ്ങനെ മണ്ണ് ഇങ്ങനെ കുതിർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അവിടെ വീണ്ടും മണ്ണ് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഭാഗങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ വേണം രക്ഷാപ്രവർത്തകരും ഇടപെടേണ്ടത് എന്നത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുന്നറിയിപ്പാണ്. അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അവിടെ തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ വീണ്ടും അവർക്ക് അവിടെ തിരയാൻ കഴിയും. പക്ഷെ അവിടെ നിന്ന് വരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവിടെ അധികം ആളുകൾ അതിൽ പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ പുഞ്ചിരിമട്ടത്ത് മനുഷ്യ സാന്നിധ്യമില്ല എന്ന് നേരത്തെ സേന പറഞ്ഞിരുന്നു. അത് പക്ഷേ ഒന്നുകൂടി സ്ഥിരീകരിക്കണമെങ്കിൽ അങ്ങോട്ട് തെരച്ചിൽ സംഘം എത്തണം. പുഞ്ചിരിമട്ടത്ത് പക്ഷേ രക്ഷാദൗത്യം ഇപ്പോൾ നിർത്തിവെച്ചു. അതിന് കാരണം അവിടെ മണ്ണിടിച്ചിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മുണ്ടക്കൈ മേഖല തന്നെയാണ് ഇന്നും രക്ഷാദൗത്യത്തിന്റെ സെൻട്രൽ പോയിന്റ്. പക്ഷേ നേരത്തെ ഗോപികൃഷ്ണൻ പറയുന്നത് പോലെ കാണാതായവരെ കുറിച്ചുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ സ്ഥലത്താണ് രക്ഷാദൗത്യം നടക്കുന്നത്. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന വീടാണ് താഴെ കാണുന്നത്. ആ വീട്ടിൽ 2 പേരെ കാണാനില്ല എന്നുള്ളത് നമ്മൾ രാവിലെ ഇവിടേക്ക് കയറി വരുമ്പോൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് സൈന്യവും അതോടൊപ്പം തന്നെ NDRF-ഉം ഒപ്പം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളിൽപ്പെട്ട വിവിധ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പുഞ്ചിരിമട്ടത്ത് രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകുന്നതാണ്. അവിടെ 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഒന്നൊരു കാറും മറ്റൊന്നൊരു ഓട്ടോറിക്ഷയുമാണ്. അതൊക്കെ ഉയർത്തി നോക്കുകയാണ്. അതിനടിയിലെങ്ങാനും പെട്ടിട്ടുണ്ടോ, മൃതദേഹങ്ങളുണ്ടോ എന്നുള്ള കാര്യം. അതുവഴി അത്ര ശക്തിയിൽ ഈ വെള്ളം ഒഴുകിയ സ്ഥലമാണ് എന്ന് തോന്നുന്നില്ല നേരെ. പക്ഷെ അവിടെ വലിയ മരങ്ങളും കല്ലുമൊക്കെ വന്നു കിടപ്പുണ്ട്, ചെളിയടിഞ്ഞു കിടപ്പുണ്ട്. അതിൻ്റെ മേൽക്കൂര ഉണ്ടായിരുന്നു. ആ മേൽക്കൂര അവിടെ നിന്നും എടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഈ പുഞ്ചിരിമട്ടത്തേക്ക് ഇന്നലത്തേതിന് വിപരീതമായി ഈ പുഞ്ചിരിമട്ടത്ത് ഇപ്പോൾ രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. അത് യന്ത്രങ്ങൾ കൊണ്ടുവന്നുള്ള രക്ഷാദൗത്യമല്ല നടക്കുന്നത്. നേരെ മറിച്ച് നിലവിൽ നടക്കുന്ന രക്ഷാദൗത്യം ഈ പുഞ്ചിരിമട്ടത്ത് ആളുകൾ ചേർന്ന് നടത്തുന്ന രക്ഷാദൗത്യമാണ്. കുറച്ചധികം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ രക്ഷാദൗത്യം നടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ജീവന്റെ തുടുപ്പെങ്കിലും ഈ പ്രദേശത്ത് ഇനി അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പരിശോധനയായി നടന്നത്. പക്ഷേ ഈ പ്രദേശത്ത് 2 മേഖലകളായാണ്. പുഞ്ചിരിമട്ടത്ത് ഏറ്റവും താഴത്തെ ഭാഗവും മുകൾ ഭാഗവുമുണ്ട്. മുകൾ ഭാഗത്ത് ആദിവാസി ഊരുകളും മറ്റ് അനേകം പേർ താമസിച്ചിരുന്ന മേഖലയുമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒഴിഞ്ഞു പോയിരുന്നു. കാഷ്വാലിറ്റി കുറവാണെന്നാണ് പറയുന്നത്. അവിടെ ലാൻഡ് സ്ലൈഡ് ഉള്ളതിനാൽ ഒരു പക്ഷേ അവിടെ തെരച്ചിൽ നടത്തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ് എന്ന് കരുതുകയും
ഈ പ്രദേശവാസിയായ ഒരാളെ കാണാൻ കഴിയും. ചേട്ടാ, ഇപ്പോൾ നിലവിൽ ഈ പ്രദേശവാസിയായ ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ സ്ഥലത്തുള്ളയാളാണ്. അദ്ദേഹത്തോട് യഥാർത്ഥത്തിൽ എന്താണത് അന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യം ചോദിക്കാം. ചേട്ടാ, ഒരു നിമിഷം. ചേട്ടാ, പേരെന്താ ചേട്ടാ? ജോസഫ്. ഇവിടെ എവിടെയായിട്ടായിരുന്നു വീട് താമസിച്ചിരുന്നത്? ഇത് ഈ വീട് തന്നെ, ഫ്രണ്ടിൽ കിടക്കുന്ന വീട് തന്നെ. ഇതിനെ തകർന്നു കിടക്കുന്ന വീട് തന്നെ. വീട്ടിൽ ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? അളിയനും മാമനും ഉണ്ടായിരുന്നു. അവരൊക്കെ ക്യാമ്പിലേക്ക് മാറിയതോ? ക്യാമ്പിലില്ല, മിസ്സിംഗ് ആണ്. ക്യാമ്പിലില്ല. അന്ന് രാത്രി വെള്ളത്തിൽ ഒഴുകി പോകുന്ന ദൃശ്യസാക്ഷികൾ കണ്ടവരുണ്ട്. ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്? ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? ഞാൻ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ചൂരൽമലയിലാണ്. ഈ ഉദ്യോഗസ്ഥരോടൊക്കെ അന്വേഷിച്ചിരുന്നു അവരെ കുറിച്ച്? അന്വേഷിച്ചു. മിസ്സിംഗ് ആണ്. മിസ്സിംഗ്. ഈ ഭാഗത്ത് എത്ര വീടുകൾ, ഈ സ്ഥലത്ത് എത്ര വീടുകൾ ഉണ്ടായിരുന്നത്? കൃത്യമായി ഇല്ല, അറിയില്ല. എന്നാലും ഒരു 10-50 വീടുണ്ടാവും. ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഭാഗത്ത് ഒരുപാട് 100 വീടുകളുണ്ട്. 100-ലധികം വീടുകളുണ്ട്. എങ്ങനെ പോയാലും എത്ര ആളുകളുണ്ടാവും ഇവിടെ? 500 പേര് ഉണ്ടാകും. 500-ലധികം ആളുകളുണ്ട്. ഈ പ്രദേശത്ത് ഏറ്റവും മുകളിൽ ചെന്നപ്പം പറഞ്ഞത് അവരെ കുറെ പേരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ട്രൈബലിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് തലേദിവസം ക്യാമ്പിലേക്ക് അന്ന് വൈകിട്ട് മാറ്റിയിരുന്നു. അവിടെ മുകളിൽ അപ്പോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല? ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അറിയിപ്പൊന്നും വന്നിരുന്നില്ലേ ഇവിടെ നിന്ന് മാറണമെന്നോ? ഒന്നും മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറുമാർ പറഞ്ഞത്. ആളുകൾ എന്തുകൊണ്ട് മാറിയില്ല എന്ന് അറിയില്ല. ഇവിടെ ഒരു 7-8 വീടുകൾ ഇങ്ങനെ ഒലിച്ചു പോയതുപോലെ ഉണ്ട്. ഈ താഴേക്കും വേറെ വീടുകൾ ഉണ്ട് എന്നാണോ, അതോ? വേറെ വീടുകളുണ്ട്. ഉണ്ട്, ഒരുപാട് വീടുകളുണ്ട്. ഈ കൂന കൂടി കിടക്കുന്നത് നേരത്തെ തന്നെ ഇങ്ങനെ തന്നെ കിടന്നിരുന്ന സ്ഥലമാണോ, അതോ? അല്ല, അവിടെ വീടുകൾ ഉണ്ടായിരുന്നു. ഇതുപോലെ മല പോലെ തന്നെ കിടന്നിരുന്ന സ്ഥലമാണ്? അല്ല, ഇതും പാറക്കെട്ടുകൾ വന്നതാണ്. കൊണ്ടിട്ടതാണല്ലേ? കൊണ്ടിട്ട വെള്ളം. നിലവിൽ ഈ പ്രദേശവാസിയായ ഒരു വ്യക്തിയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വീട് പാടെ ഒഴുകിപ്പോയത് രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. ഇപ്പോൾ ആ സ്ഥലത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. 2 പേർ അദ്ദേഹത്തിന്റെ വീട്ടിൽ മിസ്സിംഗ് ആണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഏതാണ്ട് 500-ലധികം അടുത്ത ആളുകൾ ഈ പ്രദേശത്തുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 100-ലേറെ വീടുകൾ ഈ പുഞ്ചിരിമട്ടത്ത് മാത്രം ഉണ്ട് എന്നും പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുകളിൽ ടോപ്പ് സ്റ്റേഷനിൽ അത്ര വലിയ പ്രശ്നമില്ല. കാരണം ടോപ്പ് സ്റ്റേഷനിൽ നിന്നും ആളുകളെ മാറ്റിയിരുന്നു. അതിനാലാണ് ഈ പ്രശ്നങ്ങൾ ഒഴിവായത്. പക്ഷേ ഈ താഴേക്ക് മിസ്സിംഗ് ആയ ആളുകൾ അവരെ കാണാനില്ല, പല ആളുകളെയും കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവരെവിടെയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ടോപ്പ് സ്റ്റേഷനിൽ തൽക്കാലം ഒരുപക്ഷെ തെരച്ചിൽ നടക്കില്ല, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നുണ്ട്. പുഞ്ചിരിമട്ടത്തെ ഈ താഴ്ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഈ തെരച്ചിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ശ്രീകാന്ത് പുഞ്ചിരിമട്ടത്തു നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പുഞ്ചിരിമട്ടം ടോപ്പിൽ രക്ഷാദൗത്യം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് കാണാം. മുണ്ടക്കൈ മേഖലയിലേക്ക് രക്ഷാദൗത്യത്തിന് എത്തിയിരിക്കുന്ന ആളുകൾ, ഇവർ പുഞ്ചിരിമട്ടം ടോപ്പിൽ രക്ഷാദൗത്യം നടത്തിയിരുന്ന അവർ തൽക്കാലം താഴേക്ക് ഇറങ്ങി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ അടുത്ത രക്ഷാദൗത്യ മേഖല എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. ഈ മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് അതിനിടയിൽ വരുന്ന വാർത്ത. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായ വാർത്ത ഇപ്പോൾ വരുന്നു. 9 മരണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ അവിടെ നിന്നും വരുന്ന വാർത്തകൾ നല്ല വാർത്തകളല്ല. വീണ്ടും പുഞ്ചിരിമട്ടത്തേക്കും മുണ്ടക്കയിലേക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഒടുവിൽ വരുന്ന മരണം 289-ലേക്ക് ആ മരണം ഉയരുന്നു എന്നുള്ളതാണ് സങ്കടം. 289-ലേക്ക് ആ മരണം ഉയരുകയാണ്. മേപ്പാടി CHCയിൽ അത് 137 ആണ്. നിലമ്പൂരിൽ അത് 139 നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ. വിംസ് ആശുപത്രിയിൽ 12, വൈത്തിരി 1, ബത്തേരി 1. ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പിന്നെയും 139-ലേക്ക് ഉയരുന്നു. അതിനർത്ഥം ചാലിയാർ പുഴയിൽ നിന്ന് പിന്നെയും കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ കൺസോളിഡേറ്റഡായി വൈകിട്ടൊക്കെ ആകുമ്പോഴാണ് ഒരു ഏകദേശം ഓരോരോ ആശുപത്രികളിൽ എത്ര മൃതദേഹങ്ങളുണ്ട് എന്നൊക്കെ ഒരു കൃത്യമായ കണക്ക് വൈകുന്നേരത്തോടു കൂടിയൊക്കെ വരികയുള്ളൂ. എന്തായാലും ഈ 289 മരണമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വലിയ വേദന ഉണ്ടാക്കുന്ന കണക്കാണ്. അത് മാരകമായ ഒരു മരണക്കണക്കാണ്. എത്രത്തോളം ദുരന്തത്തിൻ്റെ വ്യാപ്തിയുണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു കണക്കാണ് 289. മാത്രമല്ല 240-ഓളം പേരെ കാണാനില്ല, അല്ലെങ്കിൽ 240-ലധികം പേരെ കാണാനില്ല എന്ന് ഒഫീഷ്യലിയും അൺഒഫീഷ്യലിയും ഒക്കെ ആളുകൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല മേഖലയിലെ പ്രദേശവാസികൾ പറയുന്ന അത്രയൊന്നുമല്ല. കാണാനില്ലാത്തവരുടെ എണ്ണം അതൊന്നുമല്ല, അതിൻ്റെ 10 മടങ്ങുണ്ട്.